പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് സമാപനം. ഭരണഘടനാ ഭേദഗതി ബിൽ ഉൾപ്പെടെ 3 സുപ്രധാന ബില്ലുകൾ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജ്യസഭയിൽ അവതരിപ്പിക്കും. വോട്ടർ പട്ടിക ക്രമക്കേടും മന്ത്രിമാരെ അയോഗ്യരാക്കുന്ന ബില്ലുമുയർത്തി പ്രതിപക്ഷം ഇന്നും പ്രതിഷേധം തുടരും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. ബൽറാം, ഇന്നലെ ബില്ല് അവതരിപ്പിച്ചതിന് ശേഷം വലിയ പ്രതിഷേധം ലോക്സഭയിൽ കണ്ടതാണ്. സമാനമായ കാഴ്ച ഇന്ന് രാജ്യസഭയിലും ഉണ്ടാകുമെന്നാണോ കരുതേണ്ടത്? ബൽറാം, വെരി ഗുഡ് മോർണിംഗ് റിജിത്ത്. കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ബില്ല് അവതരണ ഘട്ടത്തിൽ തന്നെ കടുത്ത പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രിക്ക് നേരെ പേപ്പറുകൾ ചുരുട്ടി എറിയുന്ന അതടക്കമുള്ള നീക്കം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. സഭാ നടപടികൾ തടസ്സപ്പെടുത്താനുള്ള ശ്രമം ഉണ്ടായിരുന്നു. കടുത്ത പ്രതിഷേധമാണ് വോട്ടർ പട്ടിക വിഷയത്തോട് ഒപ്പം തന്നെ ഈ ബില്ലുകൾക്കെതിരെയും പ്രതിപക്ഷം പാർലമെന്റിന്റെ നടുത്തളത്തിൽ ഉന്നയിച്ചത്. ആ ഒരു പ്രതിഷേധം ഇന്ന് രാജ്യസഭയിലും ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കഴിഞ്ഞ വർഷകാല സമ്മേളനത്തിന്റെ ദിവസങ്ങളിലെല്ലാം തന്നെ വോട്ടർ പട്ടിക വിഷയത്തിൽ പ്രതിപക്ഷം സഭയ്ക്ക് പുറത്തും അകത്തും പ്രതിഷേധിച്ചിരുന്നു. ആ ഒരു പ്രതിഷേധത്തോടൊപ്പം ഈ ബില്ലുകൾ സംബന്ധിച്ചും പ്രതിഷേധിക്കാനുള്ള ഒരു തീരുമാനം ഇന്ത്യ സഖ്യം കൈക്കൊണ്ടിട്ടുണ്ട്. ഇന്ന് പാർലമെന്റിനകത്ത് ആഭ്യന്തരമന്ത്രി ഈ 3 ബില്ലുകൾ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും. പ്രധാനമായും ഈ അറസ്റ്റിലാകുന്ന അല്ലെങ്കിൽ 30 ദിവസത്തെ കസ്റ്റഡി പൂർത്തിയാക്കുന്ന മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ അയോഗ്യരാക്കുന്നതാണ് ഈ ബില്ല്. ഈ ബില്ല് പ്രതിപക്ഷത്തെ ലക്ഷ്യം വെച്ചാണ് ഈ ബില്ല് കൊണ്ടുവരുന്നത് എന്നും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനാണ് നീക്കം എന്നുമുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ ഇന്നും പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശക്തമായി തന്നെ തുടരും. ഒപ്പം വോട്ടർ പട്ടിക വിഷയത്തിലുള്ള പ്രതിഷേധവും തുടരും. അതേസമയം ലോക്സഭയിൽ ഇന്ന് നേരത്തെ ബഹിരാകാശ യാത്രികൻ ശുഭാൻശു ശുക്ലയെ അഭിനന്ദിച്ചുകൊണ്ടുള്ള പ്രത്യേക ചർച്ച ഇന്ന് തുടരും. കഴിഞ്ഞയാഴ്ച ഈ ചർച്ച നിശ്ചയിച്ചിരുന്നെങ്കിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തെ തുടർന്ന് ചർച്ച തടസ്സപ്പെടുകയായിരുന്നു. അത് ഇന്ന് ലോക്സഭയിൽ ആ ചർച്ച തുടരും എന്നാണ് പുതിയ ഏറ്റവും അവസാന പുറത്തിറക്കിയ അജണ്ടയിൽ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഇന്ന് സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള ദിവസം കൂടിയാണ്. ഷാഫി പറമ്പിൽ നേരത്തെ അവതരിപ്പിക്കുകയും ചർച്ചകൾ ആരംഭിക്കുകയും ചെയ്ത സ്വകാര്യ ബില്ല്, രാജ്യത്തെ വിമാന നിരക്ക് കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത് നിയന്ത്രിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള സ്വകാര്യ ബില്ലിലെ ചർച്ചകളും ഇന്ന് ലോക്സഭയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. റിജിത്ത്, ശരി. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.